ഇന്നലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡ്രൈനേജിൽ വീണ് മരിച്ച ശശിയുടെ മൃതദേഹം ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്ന് രാവിലെ കണ്ടെത്തുന്നത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലിനിടെയാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയും ഈ മേഖലകളൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ അന്നേരം മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കോർപ്പറേഷൻ്റെ കൗൺസിലർ അടക്കം സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇന്നലെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ഇവിടെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ലേ? ഇന്നലെ ഇവിടെ നോക്കിയതാണ്, പക്ഷേ ശക്തമായ ഒഴുക്കും അതേപോലെ തന്നെ കലക്ക് വെള്ളം വരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പലവട്ടം ഇവിടെയൊക്കെ തെരഞ്ഞു പോയതാണ്, പക്ഷേ എന്തുകൊണ്ടോ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടെ താരതമ്യേന ഉയരം കുറഞ്ഞ സ്ഥലമാണ്, ആഴം കുറഞ്ഞ സ്ഥലമാണ്. അല്ല, ഇന്നലെ ഫുൾ വെള്ളമല്ലേ, ഈ ഡ്രെയിനേജ് ഫുള്ള് വെള്ളമാണെന്നല്ലേ. അപ്പോൾ ആളുകൾക്ക് ഇറങ്ങി നോക്കാനുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഇറങ്ങി നോക്കിയതാണ്. പ്രധാനമായും ഈ ഡ്രൈനേജ് മുഴുവൻ മാലിന്യം നിറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് വലിയ തരത്തിൽ ദുരന്തമല്ല ഉണ്ടാക്കുന്നത്. അതെ, വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, ചേവായൂർ, കോവൂർ പ്രദേശങ്ങളിൽ വരുന്ന അതിശക്തമായുള്ള കുത്തൊഴുക്കാണ്. ആ മഴ പെയ്താൽ അവിടുന്ന് എല്ലാ വെള്ളങ്ങളും ഈ 3 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഡ്രെയിനേജിനൊന്നും തന്നെ കവറിംഗ് സ്ലാബില്ല, കൂടാതെ ഗ്രില്ലുകൾ വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നോക്കിയാൽ കാണാം, റോഡ് മുഴുവൻ ഭാഗവും ടാർ ചെയ്തിരിക്കുന്നു. ആളുകൾക്ക് നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. അത്തരം നടപ്പാത ഇല്ലാത്തതിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ഡ്രൈനേജ് ഉള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായി സ്ലാബിട്ട് മൂടുകയോ അല്ലെങ്കിൽ കൈവരികൾ സ്ഥാപിക്കാതെ നിർമ്മിച്ചിരിക്കുന്നത്. കൈവരികളും അതേപോലെ തന്നെ സ്ലാബും ഇട്ട് മൂടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നാട്ടുകാർ പലതവണ ഒരു 10 കൊല്ലം മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഒന്നും തന്നെ പീഡബ്ല്യൂഡി ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. റോഡ് വീതി കൂട്ടാനും ആവശ്യമായ ഡ്രെയിനേജും അതിനുള്ള കവറിംഗ് സ്ലാബും ഇപ്പം എസ്റ്റിമേറ്റിലും തയ്യാറാക്കി ഒരുക്കി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ശശി ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടത്. ഇന്നലെ തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ നടന്നിരുന്നു. ഇന്നലെ തെരച്ചിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും നല്ല രീതിയിലുള്ള തെരച്ചിലാണ്. രാത്രി 2 മണി വരെ എല്ലാ ആളുകളും തെരഞ്ഞതാണ്. പക്ഷേ ഈ അതിർത്തി വരെ ഞങ്ങൾ തെരഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രെയിനേജിൻ്റെ വീതി കുറവാണ്. അപ്പോൾ ഒരിക്കലും ഒരാൾ ഡ്രെയിനേജ് കൂടി ഇങ്ങനെ ഒഴുകി വരില്ല എന്നുള്ള ഒരു ധാരണയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. 2 മണി വരെ ഈ പ്രദേശമൊക്കെ തെരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതൊരു കാര്യം, ഈ ഡ്രൈനേജിൻ്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ടുകൊണ്ടാണ് അവിടെ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതും തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ്. കാരണം അവിടുന്ന് എപ്പോഴും വേണമെങ്കിൽ താഴോട്ട് വീഴാവുന്ന, അവിടെയും കൈവരികളൊന്നുമില്ലാതെ അത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, നാട്ടുകാരാണ് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. പക്ഷേ റോഡിന് ആവശ്യമായ വീതി അവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയോ അത് സ്ഥാപിക്കാൻ വേണ്ടി പറ്റുള്ളൂ ബസ് സ്റ്റോപ്പ്. കാരണം ബസ് കാത്തു നിൽക്കുന്ന പ്രായമുള്ള ആളുകൾക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ആ നാട്ടുകാരെ മാതൃഭൂമിയുടെ സഹായത്തോടു കൂടി ചെയ്തത്. പക്ഷേ എങ്ങനെ ശശി ഇങ്ങനെ വീഴുന്നുള്ള ആർക്കും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ശശിക്ക് എന്തോ അസുഖമോ എന്തോ വന്നോ എന്നും പറയാൻ കഴിയില്ല. താങ്കളൊരു കൗൺസിലർ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിരവധി മേഖലയിൽ ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്. അതൊക്കെ ഒന്ന് സുരക്ഷിതമാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് അതിൻ്റെ മേലെ സ്ലാബ് ഇട്ടിട്ട് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ആളുകളും ഇതേപോലുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നിൽക്കുക എന്നല്ലാതെ അതിലപ്പുറത്ത് നിൽക്കാൻ കഴിയില്ല. ആവശ്യമായ ബസ് ചില സമയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഈ ബസ് സ്റ്റോപ്പ് ആശ്രയിക്കുന്നത്. ഡ്രൈനേജ് സ്ലാബിട്ട് മൂടണം, തീർച്ചയായിട്ടും കൈവരിയും വെക്കണം, അതേപോലെ തന്നെ സ്ലാബിട്ട് മൂടിയും വേണം. ശശിയുടെ അപകടം ഒരു ദുരന്തം തന്നെയാണ്. അതിൽ പ്രധാനമായും ഈ ഡ്രൈനേജ് സംവിധാനമൊന്നും കാര്യക്ഷമമല്ലാത്തതും അതോടൊപ്പം തന്നെ സ്ലാബിട്ട് മൂടാതെ നിർത്തുകയും സുരക്ഷിതമായ രീതിയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാത്തതൊക്കെ ഈ അപകടത്തിന് കാരണമായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ശശിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നലെ ഏതാണ്ട് 3-4 മണിക്കൂർ നേരം ഫയർഫോഴ്സും പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിരുന്നു, തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ വലിയ തരത്തിലുള്ള ഒഴുക്കും അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയൊക്കെ വന്നതോടുകൂടി തന്നെ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ശശിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളടക്കം അല്പസമയങ്ങൾക്കകം തന്നെ നടക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കും പറയാൻ കഴിയുക. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.